ചിമ്പൂട്ടാ ഓടി വാ ഓടി വാ ഓടി വാ ഓടി വാ ഓടി വാ ഓടി വാ എന്നാ കൊച്ചിൻ്റെ ഫുഡ്. എവിടെ പോയിരുന്നേ എവിടെ പോയിരുന്നേ എവിടെ പോയിരുന്നേ? കഴിക്കും വെള്ളം കഴിച്ചട്ടെ. ഇവിടെ പറമ്പിൽ കുറച്ച് പണിയാക്കിട്ടാ വെച്ചിട്ട് വന്നാ മതി. അലീന എഴുന്നേറ്റില്ലേ? നോക്കണം നീ അങ്ങടെ പോണേന്ന്. ചേച്ചി പോവാ ചിമ്പോ? ചിമ്പു നോക്കിക്ക നീന പോണത് നോക്കിയിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചെത്തിയിട്ട് ഇപ്പോൾ 2 ദിവസമായിട്ടുണ്ട്. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂടായിരുന്നു കേട്ടോ. ഇവിടത്തേനേക്കാളും ഭയങ്കര ചൂടാണ് അവിടെ. പിന്നെ അവിടെ പോയിരുന്ന ഒരു 2 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ട്. പക്ഷേ എനിക്കവിടെ നിങ്ങൾക്ക് ആർക്കും കാണാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത തോന്നണം. നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ഉണ്ടല്ലോ, അത് നിങ്ങൾ എന്തായിരുന്നാലും കാണണം കേട്ടോ. കാരണം അത് ആ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ, യെല്ലോ സ്റ്റോൺ എന്ന് പറഞ്ഞിട്ട് ഒരു നാഷണൽ പാർക്ക് ഉണ്ട് ഐഡഹോ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ അവിടെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ആ നാഷണൽ പാർക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു പാർക്കാണ്. അത് നമുക്ക് ഇങ്ങനെ ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് ഡ്രൈവ് ചെയ്ത് നമുക്ക് ഫുള്ള് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത് എനിക്ക് തോന്നുന്നു 2.2 മില്യൺ അത്രയും കണ്ടെന്ന് തോന്നുന്നുണ്ട് ഏകദേശം. എന്തായിരുന്നാലും 2 മില്യണിൽ കൂടുതലുണ്ട്. അത് ഏക്കർ വലിപ്പമുള്ള ഒരു പാർക്കാണത്, യെല്ലോ സ്റ്റോൺ എന്ന് പറഞ്ഞ പാർക്ക്. അപ്പോൾ അവിടെ പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ അഗ്നിപർവ്വതം ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിങ്ങനെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ ചില സ്ഥലങ്ങളേക്കും ചില സ്ഥലം അവിടുത്തെ ഭയങ്കര ഫേമസ് ആണ്. അത് ഞാനൊക്കെ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ഭൂമിയുടെ അടിയിലേക്ക് ഇങ്ങനെ ഇരുന്ന് പോയിട്ട് ഇങ്ങനെ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു വിള്ളലുണ്ടായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഭയങ്കര തിളച്ച വെള്ളം ഇങ്ങനെ വന്നിട്ട് അതിങ്ങനെ വലിയൊരു തടാകം പോലെയുണ്ട് അവിടെ. ആ വെള്ളത്തിൻ്റെ കളറ് നല്ല ബ്ലൂ കളറാണ്. അത് നിങ്ങൾ ആ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര രസമാണ്. വീഡിയോയിലായിരുന്നാലും എനിക്ക് പറ്റാവുന്ന പോലെ നന്നായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ കളർ ബ്ലൂ കളറാണെങ്കിൽ ചില സ്ഥലത്ത് എനിക്ക് തോന്നുന്നു ചില സ്ഥലത്ത് ഭയങ്കര ഡീപ്പായിട്ടുള്ള സ്ഥലമുണ്ട്. പിന്നെ ചൂട് ഭയങ്കരമായിട്ട് കൂടുതലുള്ള സ്ഥലത്ത് ഭയങ്കര ഡാർക്ക് ബ്ലൂ കളർ. പിന്നെ ചില സ്ഥലത്ത് കുറച്ചും ലൈറ്റ് കളർ. പിന്നെ അതനുസരിച്ചിട്ട് എനിക്ക് തോന്നുന്നു ചൂടിൻ്റെ അതനുസരിച്ചിട്ട് ബ്ലൂ കളറിലാണ് വ്യത്യാസമുണ്ട്. പക്ഷെ ഭയങ്കര ബ്ലൂ കളറാണ്.
പിന്നെ അതിനകത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും വെള്ളം ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ തിളച്ച് മറിയാം അതിനകത്ത്. നന്നായിട്ട് നീരാവി ഇങ്ങനെ പോയിക്കൊണ്ടേക്കിരിക്കുന്നുണ്ട്. പിന്നെ ആ പാർക്കിൽ തന്നെ പിന്നെ വേറൊരു സ്ഥലമുണ്ട്, ഓൾഡ് ഫെയ്ത്ത്ഫുൾ എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കുറേ അകലെ നിന്നിട്ടാ ഈ ഫെയ്ത്ത്ഫുൾ എന്ന് പറഞ്ഞതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ വഴിയൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാലും കുറേ അകലെയാണ് നമ്മൾ നടന്നിട്ട് ഇങ്ങനെ കാണാം. കുടയ്ക്ക് പോകുമ്പോൾ നല്ല ചൂടാണ്. ചില സമയത്ത് ഇങ്ങനെ കാറ്റൊക്കെ വരുമ്പോഴുണ്ടല്ലോ ഈ ആവി ഇങ്ങനെ വെള്ളം ഇങ്ങനെ തിളച്ചിട്ട് ഇങ്ങനെ നീരാവി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ചില സമയത്ത് ഇങ്ങനെ കാറ്റൊക്കെ ഇങ്ങനെ വരുമ്പോഴുണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചൂട് വരും നമുക്ക്. പിന്നെ ഓൾഡ് ഫെയ്ത്ത്ഫുൾ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സ്ഥലമുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയുടെ അടിയുടെ ഉള്ളിൽ നിന്ന് ഈ വെള്ളവും പിന്നെ പുകയായിട്ട് ഇങ്ങനെ ഭയങ്കര ഹൈറ്റിൽ, എനിക്ക് തോന്നുന്നു 18-19 അടി അങ്ങോട്ട് ഹൈറ്റിൽ ഇതങ്ങോട്ട് പൊന്തും. അത് എനിക്ക് തോന്നുന്നു ഒരു അധികം നേരം നിൽക്കില്ല, 5 മിനിറ്റിൻ്റെയൊക്കെ അടുത്ത് അത്രയ്ക്ക് സമയം ഉണ്ടാവുള്ളൂ. അത് എപ്പോഴും അല്ല ഇങ്ങനെ പൊന്തുന്നത്, കറക്റ്റ് 90 മിനിറ്റ്സ്, ഓരോ 90 മിനിറ്റ്സിലും ഇത് പൊന്തും. നമ്മൾ ചെല്ലുന്ന സമയത്ത് ആ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്, അതിങ്ങനെ അനങ്ങാണ്ട് ഇങ്ങനെ ശാന്തമായിട്ട് ഇങ്ങനെ കിടക്കാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു പുക പോലെ ഇങ്ങനെ വരും. അത് കഴിഞ്ഞിട്ട് കറക്റ്റ് ഒരു 90 മിനിറ്റ്സിൻ്റെ അത്ര എത്തുമ്പോൾ ഇത് ഭയങ്കര ഹൈറ്റിൽ അങ്ങോട്ട് പൊന്തും. അത് ഭൂമിയുടെ അടിയിൽ നിന്ന് വരുന്നതാണ്. പിന്നെ അങ്ങനെ തന്നെ നമ്മൾ ആ പാർക്കിലേക്ക് നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ട് കിടക്കുമ്പോൾ തന്നെ ഇങ്ങനെ ചില സ്ഥലത്തേക്ക് നമ്മൾ ഏറ്റവും ആദ്യം അതാ കാണാം, ചില സ്ഥലത്തേക്ക് ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഭൂമിയുടെ അടിയിൽ നിന്ന് ഇങ്ങനെ പുക ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അവിടെ തന്നെ ചില സ്ഥലത്ത് തന്നെ ഒരു സ്ഥലത്ത് നിറച്ചിങ്ങനെ മഡാണ്, ചെളിയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആവി ഇങ്ങനെ പറഞ്ഞിട്ട് ബബിൾസ് ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കും. അതൊക്കെ ഇങ്ങനെ ഭൂമിയുടെ അടിയിൽ നിന്ന് ഇങ്ങനെ നാച്ചുറലായിട്ട് ഉണ്ടായിരിക്കുന്നതാണ് അതൊക്കെ. അപ്പോൾ അതാണ് നമ്മൾ ആ വീഡിയോയിൽ നമ്മൾ കാണിച്ചേക്കുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ഏറ്റവും ആദ്യം ഞാനൊരു തമ്പനയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് അവിടുത്തെ അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബ്ലൂ കളർ വെള്ളമാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്താ സ്വിമ്മിംഗ് പൂള് പോലെയൊക്കെയെന്ന് തോന്നാൻ. അപ്പോൾ ഞാൻ ആദ്യം ഇട്ടപ്പോൾ സത്യം പറഞ്ഞ വീഡിയോ ആരും കാണുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഭയങ്കര പ്രതീക്ഷയിൽ എനിക്കറിയാമായിരുന്നു നിങ്ങൾ ആരും അത്രയ്ക്കധികം അങ്ങനത്തെ ഇതൊക്കെ എന്താണെന്ന് അറിഞ്ഞാൽ കൂടുതൽ അത് ഓപ്പൺ ചെയ്ത് നോക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അവിടെ മിയാക്കിച്ചാൻ കാണുന്നവരൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ കാണും. അപ്പോൾ ഞാൻ നോക്കി കഴിയുമ്പോൾ വളരെ കുറച്ച് ആൾക്കാർ അത് നോക്കണുള്ളൂ. അത് കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ എന്താ ഒരു വെള്ളം പോലെ, ഒരു സ്വിമ്മിംഗ് പൂളിലെ വെള്ളത്തിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കണ പോലെയാണ് അങ്ങനെ തോന്നാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ട്രിപ്പിന് പോയി കഴിയുമ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഫ്ലൈറ്റിന് ഒരു 5-6 മണിക്കൂറിൻ്റെ അടുത്ത് നമുക്ക് ഫ്ലൈറ്റിൽ യാത്രയുണ്ട്. എന്നാലും നമ്മൾ ഈ ഐഡഹോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ എത്തുള്ളൂ. അപ്പോൾ നമ്മൾ വണ്ടിയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നമ്മളവിടെ ചെന്നിട്ട് റെൻ്റൽ കാർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജീപ്പൊന്നും എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ജീപ്പിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അതായത് ഞാൻ ആ തമ്പനയിൽ മറ്റേ വെള്ളത്തിൻ്റെ തമ്പനയിൽ മാറ്റിയിട്ട് ഈ തമ്പനയിൽ ഇട്ടു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അപ്പം പിന്നെ കുറച്ചും കൂടി അത് ശരിക്കും നമ്മൾ ഇങ്ങനെ പറയുമല്ലോ, നരകത്തിലൊക്കെ ചെന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സ്ഥലത്തേക്ക് ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ തിളച്ച് മറിയുന്ന സ്ഥലമൊക്കെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമല്ലോ. നമ്മളിങ്ങനെ പണ്ട് തുടങ്ങി അങ്ങനെ പറഞ്ഞേക്കുന്നുണ്ടല്ലോ. ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രതീതിയാണ്. കാരണം ഇതിങ്ങനെ ചില സ്ഥലത്ത് ഇങ്ങനെ വെള്ളമൊക്കെ കിടന്നിങ്ങനെ ഭയങ്കരമായിട്ട് തിളച്ചുകൊണ്ടിരിക്കുക, ചില സ്ഥലത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നീരാവി പൊന്തിക്കൊണ്ടിരിക്കുക. പിന്നെ അതിനോട് ചേർന്നിട്ടാണ് ഇങ്ങനെ റെയിൻബോ പോലെ ഇങ്ങനെയുണ്ട്. അത് അവർ പറയുന്നത് അവിടെ ഇങ്ങനെ ഈ ഭയങ്കര ചൂടിലും നിൽക്കാൻ വേണ്ടി പറഞ്ഞ ചില ബാക്ടീരിയകളുണ്ട്. അവരാണ് അതിനിങ്ങനെ കളർ കൊടുത്തിട്ട് അതൊക്കെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അതിന് ശരിക്കും ഇങ്ങനെ വെള്ളം തിളച്ച് മറിഞ്ഞതിൻ്റെ അതിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് ഇങ്ങനെ ആ വെള്ളത്തിൽ എനിക്ക് തോന്നുന്നു ഒന്നിനും വളരാൻ വേണ്ടിയിട്ട് ഒറ്റ ബാക്ടീരിയക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അത്രയ്ക്ക് ഇങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്ന വെള്ളമാണ്. എൻ്റെ ചുറ്റോറ് ഇങ്ങനെ റെയിൻബോ പോലെ ഇങ്ങനെ ചില ബാക്ടീരിയകൾ വന്നിട്ടിങ്ങനെ അങ്ങനെ കളർ ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും ഇങ്ങനെ റെയിൻബോ പോലെ നല്ല രസമാണ് ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനത്തെ തമ്പനയിലിട്ടത്. അപ്പോൾ അത് അങ്ങനെ തമ്പനയിലിട്ട് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്ന ആൾക്കാർ പിന്നെയും കുറച്ചും കൂടി അതിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ പോയപ്പോൾ അങ്ങനെ അധികം ഫോട്ടോസൊന്നും നമ്മളിങ്ങനെ എല്ലാവരും കൂടിയിട്ട് നിന്നിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒന്നാമതിന് ഭയങ്കര ചൂടാണ്. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ നമുക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അവിടെ ഇങ്ങനെ മരങ്ങളൊന്നുമില്ല. നമ്മളിങ്ങനെ നടക്കണ വഴി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, പക്ഷേ മരങ്ങളൊന്നുമില്ല. ഭയങ്കര ചൂടാണ്. നമ്മളവിടെ ചെന്നപ്പോൾ എനിക്ക് തോന്നുന്നു 105 ആയിരുന്നു ചൂട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ നിന്നിട്ട് അങ്ങനെ ഫോട്ടോസുകൾ അങ്ങനെ ഫാമിലിയായിട്ട് ഫോട്ടോസുകളൊന്നും എടുത്തിട്ടുണ്ടായില്ല. വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് തമ്പനയിൽ നോക്കിയപ്പോൾ എനിക്ക് ഫോട്ടോസൊന്നുമില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ആ ഫോട്ടോ എടുത്തിട്ടത്. ആ ഫോട്ടോയ്ക്ക് ഇനി അടുത്ത വീഡിയോയിലൊക്കെ ഉണ്ട്. വണ്ടിയുടെ മുകളിലൊക്കെ കയറി നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നത്. ആ പോണ വഴിയൊക്കെ കാണാൻ പറ്റില്ല. ഭയങ്കര രസമായിരുന്നു. ഭയങ്കര രസമെന്ന് വെച്ചാൽ നല്ല രസമാണ് ആ പോണ വഴികളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ചിമ്പൂട്ടനെ നിങ്ങളിപ്പോൾ കണ്ടില്ലേ, ഞാൻ നടന്നു വരുന്ന സമയത്ത് അവനാണ് കയറി വന്നത്. അവനിപ്പോൾ നമ്മളായിട്ട് ഭയങ്കര പെറ്റായിട്ടുണ്ട് കേട്ടോ.
ആദ്യമൊന്നും നമ്മളെ തൊടാനൊന്നും സമ്മതിക്കില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ട്രിപ്പൊക്കെ നമ്മൾ പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് പിന്നെ പിള്ളേരൊക്കെ ആയിരുന്നാലും എപ്പോഴും ഇങ്ങനെ സ്റ്റിക്ക് എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് നീക്കിയിട്ട് കളിക്കും അവൻ്റെ കൂടെ. അപ്പോൾ അങ്ങനെ ആദ്യം ഒരു ദിവസം നീന തൊട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറേ പ്രാർത്ഥിച്ചിട്ടുണ്ട് അവനെ തൊടാൻ വേണ്ടിയിട്ട് പറ്റിയത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആൾ ഭയങ്കര പെറ്റായിട്ടുണ്ട്. ഞാനിപ്പോൾ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ അവിടെ വെച്ചിട്ടാണ് ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന നേരം വിളിക്കുമ്പോൾ ആൾ ഓടി വരും, ഭയങ്കര സ്നേഹം കാണിക്കും. എപ്പോഴും നമ്മുടെ മേത്തിങ്ങനെ മുട്ടി ഇങ്ങനെ നടക്കും, ഇങ്ങനെ നമ്മുടെ സാധാരണ പൂച്ചകളെ അങ്ങനെ കാണിക്കില്ലേ അങ്ങനെ. പക്ഷേ ആസ്പിന് ഒട്ടും ഇഷ്ടമില്ല നമ്മുടെ പൂച്ചേനെ. ആസ്പിന് അവനായിട്ട് കളിക്കില്ല, കാരണം ആസ്പിന് ആണാണ്, ഇതും ആൺപൂച്ചയാണ്. അതുകൊണ്ടായിരിക്കാം ആസ്പിനെ തീരെ ഇഷ്ടമില്ല. പക്ഷേ ആസ്പിനൊന്നും ചെയ്യണമെന്നില്ല. പക്ഷേ ഇന്ന് കാലത്ത് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ചിമ്പു നമ്മുടെ ഈ കസീബയുടെ ഉള്ളിൽ ഞാൻ രാത്രി ഇരിക്കണേന്ന് തോന്നുന്നു. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ കസീബയുടെ ഉള്ളിൽ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ ആസ്പിനെ രാവിലെ തുറന്നിട്ടു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടിയിട്ട് ആസ്പിനെ ഇവനെ കാല് പൊന്തിച്ചിട്ട് തട്ടിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആസ്പിനെ ഒട്ടും ഇഷ്ടമില്ല. പക്ഷേ ആസ്പിനും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് നമ്മൾ ആസ്പിനെ എന്നാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാട്ടാ. ആസ്പിനെ നമ്മൾ ഇത്ര കാര്യമായിട്ട് നോക്കിയിട്ട് ചിമ്പുവിനെ നോക്കണം കാണുമ്പോൾ തോന്നും. പിന്നെ ചിലപ്പോൾ പൂച്ചകൾക്ക് അങ്ങനെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ വീഡിയോയിലും ആരോ നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആസ്പിനെ തന്നെ വളർന്നിട്ട് ആസ്പിനെ അങ്ങനെ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. പക്ഷേ അങ്ങനെ ആസ്പിനെ കുറ്റം പറഞ്ഞിട്ട് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴായിരുന്നാലും നമുക്ക് വിഷമമാണ്. കാരണം ആസ്പിനെ എന്നാലും ഭയങ്കര വിഷമമാണ് ആൾ പുറത്തേക്ക് അങ്ങോട്ട് പോകും. വീട്ടിൽ വന്നാലും ആൾക്ക് അങ്ങനെ എപ്പോഴും ഒരു വിഷമമാണ്. ഇന്നലെയും അങ്ങനെ അകത്ത് കയറിയിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുക. അപ്പോൾ ചേട്ടൻ ചോദിക്കുന്നുണ്ട് ആസ്പിൻ്റെ അടുത്ത്, ആസ്പിൻ നീ എന്താ വിഷമിച്ചിരിക്കണേന്ന് ചോദിക്കുന്നുണ്ട്. ആൾക്ക് ഇങ്ങനെ ഭയങ്കര വിഷമമായിട്ടുണ്ട്. നമ്മളും അവന് നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. ചിമ്പൂനെ നമ്മൾ അതേപോലെ തന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ കോഴിയും താറാവൊന്നും ആർക്കൊന്നും കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ തൊട്ടിയിരിക്കുന്നുണ്ട്. നമ്മുടെ പച്ചക്കറികളൊക്കെ കുറേയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് അധികം കയറി നോക്കിയിട്ടില്ല. പക്ഷേ പയറൊക്കെ പുറത്തുണ്ടായി നിൽക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഒരു കറിക്കുള്ള പയറൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കണം. കുറേ പയറൊക്കെ ഞാൻ പോണയിൽ മുമ്പ് പടർത്തിയൊന്നും കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. പോണയിൽ മുമ്പ് എല്ലാവരും കുറേയൊക്കെ പടർത്തി കയറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു 5-6 കൂടി പടർത്തി കയറ്റാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് കോലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനവിടെ മരത്തിൻ്റെ അവിടെ നിന്ന് 2-3 കൊമ്പുകൾ ഇങ്ങനെ വീണത് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കളയാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. പെട്ടെന്ന് ഞാൻ ഓർത്തത് കഴിഞ്ഞ വർഷം നിങ്ങൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഈ കൊമ്പുകളെ നിങ്ങളൊക്കെ കുത്തി കൊടുക്കുന്നു പറയുന്നുണ്ടായിരുന്നു പയറിന്. അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ നമ്മളല്ലെങ്കിൽ സാധാരണ കയറൊക്കെ കെട്ടിങ്ങനെ കൊടുക്കാറുള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ മരത്തിൻ്റെ കൊമ്പുകളൊക്കെ വീഴുമ്പോൾ നമുക്കിങ്ങനെ കുറേ ഇങ്ങനെ ബ്രാഞ്ചസുള്ള ഇങ്ങനെ കൊമ്പുകളൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ 5-6 കൊമ്പുകൾ കിട്ടിയിട്ട് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കുത്തി കൊടുക്കണം. പിന്നെ നമ്മുടെ ഇവിടെ നിൽക്കണ ഈ വെള്ളപ്പൂവ് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പച്ചക്കറികൾ കുറേയൊക്കെ നന്നായി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കോഴികൾ ആദ്യത്തെ കോഴികളൊന്നും എന്നെ ഇത്രയ്ക്ക് ശല്യം ചെയ്യാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഒരു ചുമന്ന ടൈപ്പ് കോഴിയുണ്ട്. പക്ഷേ അവർ 365 ദിവസം മുട്ടയിടുന്ന കോഴികളാണ്. പക്ഷേ ഭയങ്കര ശല്യം അവരെ കൊണ്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ സാധനം കൊക്കി മാന്തിയൊക്കെ തിന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറേ പച്ചക്കറികളൊക്കെ നമ്മുടെ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മെയിനായിട്ടുള്ള പച്ചക്കറി തോട്ടത്തിലുള്ള അവർക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ നമ്മുടെ ഡാലിയ തോട്ടത്തിൽ നിറച്ചും പൂവുണ്ടായിട്ടുണ്ട്. അതൊക്കെ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഞാൻ വിചാരിച്ചു നമ്മുടെ പച്ചക്കറികളൊക്കെ പറിച്ചിട്ട് നമുക്കൊരു ലഞ്ച് ബ്ലോക്കായിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറേ നാളായിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം, തോട്ടത്തിലേക്ക് പോകാം. പച്ചക്കറി തോട്ടത്തിൽ എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ കൊത്താമര പയർ കേട്ടോ. ഈ വർഷം നമുക്ക് ആദ്യമായിട്ട് ഉണ്ടായതാന്ന് പറഞ്ഞില്ലേ. വീഡിയോ എന്ന് പറഞ്ഞാൽ ക്ലിയറാന്ന് പറഞ്ഞോളൂ. ഞാനൊരു ട്രൈപോഡിൽ വെച്ചേക്കുന്നത്. ഇതിനുള്ള അത്യാവശ്യം നല്ല വെയിലുണ്ട്. അതുപോലെ തന്നെ ഇത്രയ്ക്ക് ചിലപ്പോൾ ക്ലിയർ ആവില്ല. ഇത് കൊത്താമര നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് കൊത്താമര പയറുണ്ടല്ലോ, ഇത് ഒരു പ്രാവശ്യം നമ്മൾ പോണേലും മുമ്പ് അധികമൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല. ഒരു 10-15 കിട്ടിയിട്ടുണ്ടാവും. 15 കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഒരു 10 ഉണ്ടായിട്ടുണ്ടാവും. അത് പറിച്ചിട്ട് നമ്മൾ ട്രിപ്പ് പോണേലും മുമ്പ് ഞാൻ പിന്നെ പയറിൻ്റെ ഇലയ്ക്ക് കൂട്ടിയിട്ട് ഒരു തോരൻ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഒരു 10-20 ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 10-25 ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നാലും നമുക്ക് അത്യാവശ്യം നല്ല ഒരു കറിക്കുള്ളത് കിട്ടും. ഇത് ഈ വർഷം നമ്മൾ ആദ്യമായിട്ട് നട്ടതാന്ന് പറഞ്ഞില്ലേ. ഇതിവിടെ അങ്ങനെ എനിക്ക് തോന്നുന്നു ആരുടെ വീടുകളിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇത്
സത്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കുറ്റി അമരപ്പയറാന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഇത് പടർന്ന് കയറണില്ല. എന്തായാലും പടർന്ന് കയറാത്തത് നല്ലത് ഞാൻ നോക്കിയിട്ട്. അപ്പം ഞാൻ ഇത് പെട്ടെന്ന് ഇതെല്ലാം പറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പയറൊക്കെ ആയിരുന്നാലും അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ നീളം പയറുണ്ടല്ലോ, ഇതാ നോക്കിക്കേ കാണുന്നുണ്ടോ, നീളം പയറൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നമുക്ക് എല്ലാവരും ഓരോ കറിക്കുള്ളത് കിട്ടുമെന്ന് വിചാരിക്കണം. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് പറിച്ചെടുത്തില്ലേ. അതൊന്നും കുറേ ഉണ്ടായിട്ടുണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് കൊല കുത്തി ഉണ്ടാവും ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കൊല കുത്തി ഉണ്ടാവണുണ്ട് കേട്ടോ. ഞാൻ ഞങ്ങളുടെ പോച്ചേരിലൊക്കെ അത്യാവശ്യം എൻ്റെ ചെറുപ്പത്തിലൊക്കെ പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഞാനങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ മമ്മിയുടെ അടുത്ത് പറഞ്ഞു, മമ്മി പറയുന്നുണ്ടായിരുന്നു ഒരു പ്രാവശ്യം മമ്മി അവിടെ നട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്ത് വലിപ്പം അതിന് കടയിൽ വാങ്ങുമ്പോൾ ഇത്രയും വലിപ്പം കാണാറുണ്ട്. ഒരു കടയിൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഉണ്ടാക്കി കിട്ടുമെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഇനി സമയം കളയുന്നില്ല. ഞാൻ എല്ലാവരും വേഗം പറിച്ചെടുക്കട്ടെ. പറിച്ചെടുത്തിട്ട് കാണിക്കാം. പയറ് കുറേ പടർത്താൻ വേണ്ടിയിട്ട് കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ സൈഡിൽ ഒരു 5-6 കട പയറ് ഞാൻ പടർത്തിയിട്ടില്ല. കാരണം അത് ഞാൻ നടക്കുമ്പോൾ അത് നഷ്ടം ഓട്ടുന്നുണ്ട്. അതിന് എന്തായാലും വൈകിട്ട് പിന്നെ കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഇല കാരണമുണ്ടല്ലോ, മീനെ നമുക്ക് അത്രയ്ക്കാണ്ട് കാണാൻ വരുന്നില്ല. പയറിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് ഈ തോരൻ വയ്ക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് നേരെ കിട്ടിയില്ലേ. ഇനി ഉണ്ട്, ഇനി വേണമെങ്കിൽ എടുക്കാം. ഇതെന്തായാലും എനിക്ക് ഒരു തോരനുള്ളതുണ്ട്. ഇത് നമ്മളിവിടെ കടകളിലൊക്കെ വരുന്നത് ഇതങ്ങനെ അധികം നമ്മളങ്ങനെ കടകളിൽ അങ്ങനെ വരാറില്ല. ഇത് ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. ഇതൊരു കണ്ടുമ്പോൾ നോക്കിയിട്ട് കുറേ ഉണ്ടായി വരുന്നുണ്ട്. വിത്തിനിടണം കേട്ടോ. ഇത് ആദ്യം ഉണ്ടായത് ഞാൻ വിത്തിനിടണമെന്ന് വെച്ചിട്ട് ഇങ്ങനെ അന്ന് പ്രാവശ്യം കറക്കി പറിച്ചെന്ന് അറിയില്ലേ. അപ്പം അന്ന് ഞാൻ പറിച്ചെടുത്തു. നല്ല ചൂട്, അയ്യോ ചൂട് കഴിക്കുന്നില്ല. കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചത് അധികമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ഞാൻ പുറത്തുനിന്നാണ് നോക്കിയിട്ടായിരുന്നുള്ളൂ. വന്നിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല. കാരണം പയറ് കുറേ പറിക്കാൻ ലേറ്റായി പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നോക്കണ്ട, നോക്കിയില്ലെങ്കിൽ സങ്കടമാണെന്ന് വെച്ചിട്ട് നോക്കാണ്ടിരിക്കുന്നു. നന്നായിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ട്. നമുക്ക് 5-6 കടയുണ്ട്. ഇതാ നോക്കിക്ക്, ഇപ്പം തന്നെ എനിക്ക് ഇത്രയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഇഷ്ടമായിട്ട് ഇത് പറിച്ചെടുക്കാൻ എളുപ്പമുണ്ട്. പയറാവുമ്പോഴല്ലോ അതിൻ്റെ ഇല അങ്ങനെ നമ്മുടെ കൈമ കണ്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ ഭയങ്കരമായിട്ട് നമുക്ക് വേദന എടുക്കുമല്ലോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നോക്കിയിട്ട് അങ്ങനത്തെ കുഴപ്പമൊന്നും കാണില്ല. പിന്നെ അങ്ങനെ വലുതായിട്ട് പടർന്നൊന്നും കയറി പോണില്ല. ഇഷ്ടമായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിലൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ ഈ സൈഡിലേക്ക് നോക്കുമ്പോഴുണ്ടല്ലോ വെയിൽ അധികമില്ല. വെയിലിന് നല്ല ചൂടാണ് അവിടെ. അയ്യോ, ഇത് പടർന്നു പോകണുള്ളൂ. ഇത് മതിയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇത് വെയിൽ കുറവായി ഇത് ഫ്രഷായിട്ട് അങ്ങോട്ട് നേരം ഒരുങ്ങിയിട്ട് എനിക്കിങ്ങനെ തേങ്ങിയിട്ട് വെക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഇങ്ങനെ മെഴുക്ക് വരട്ടിയിട്ട് വെക്കില്ലേ, അതാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ എന്തായിരുന്നാലും നമുക്ക് അങ്ങനെ വെക്കാം. ഇതൊന്നും മറ്റേതിൻ്റെ അത്രയ്ക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. ഇത് വെയിൽ കുറവായിട്ടാണ് തോന്നുന്നത്. ഇതും ചെറുതായിട്ടൊന്ന് പടർന്നൊക്കെ പോണുണ്ട്. ഇത് പയറല്ലല്ലോ. ഇത് പയറാണ്. അപ്പുറത്ത് പയറായിട്ടുണ്ട്. അതൊന്ന് കയറി പിടിച്ചില്ല. പിന്നെ അത്ര അധികം ഉണ്ടായിട്ടില്ല. പൂവിടുന്നുണ്ട് അധികം. പയറൊക്കെ കിടന്നിട്ട് ഇതാ നോക്കിക്ക് ഉണങ്ങിപ്പോയി. ഞാൻ പറിച്ചെടുക്കണില്ല. ഒന്നുകൂടി കിടന്നിട്ടത് റെഡിയാണ്. അവിടെ ഞാൻ ഇത് നട്ടിട്ടുണ്ട്. നമ്മുടെ പീഡിയ പയർ നട്ടിട്ടുണ്ട്. അതുമ്പോൾ പയറുണ്ടായിട്ടില്ല. ഞാൻ പറയില്ലേ കടയിൽ നിന്ന് വാങ്ങണ നമ്മുടെ വൻപയറുണ്ടല്ലോ, അതാണ് നമ്മൾ സാധാരണ കുറ്റിപ്പയർ നടാറെന്ന് പറഞ്ഞില്ലേ. അത് നട്ടിട്ട് അവിടെ പയറുണ്ടായിട്ടുണ്ട്. അത് ഞാൻ കാണിക്കട്ടെ നിങ്ങളെ. അത് വാങ്ങിച്ച് നട്ടാൽ മതി, നന്നായിട്ട് പയറുണ്ടാവും. ഇതാട്ടോ നമ്മുടെ ആ കുറ്റിപ്പയർ. ഇത് ഒരുപാട് വലിപ്പം വയ്ക്കുന്നതല്ല കേട്ടോ. അധികം മൂക്കുന്നതിനും പറിച്ചിട്ടുണ്ട്.
കുറേയൊക്കെ വാടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് വിത്തിനിടാൻ മതി. അല്ല, വാടിയതും മറിച്ചെടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് മണിയെടുക്കാം. കാരണം അവസാനം ആകുമ്പോൾ നമുക്ക് കുറേ വാടിയതൊക്കെ കിട്ടും. ഇവിടെ നമുക്ക് തക്കാളി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. തക്കാളി ഇവിടെ ഉണ്ടായിട്ടുണ്ട്, വേറെ സ്ഥലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്, പടർന്നു പോയിട്ടുണ്ട്. അത്യാവശ്യം ഒരു 2 കറിക്കുള്ള പയറായിരുന്നു. ഞാൻ മൂന്ന് പറിക്കാൻ വേണ്ടിയിട്ട് തക്കാളി കൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യും. നല്ല ചൂട് തക്കാളി ഉണ്ടല്ലോ, നമ്മൾ പഴുക്കുന്നതിന് മുമ്പ് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ പറിച്ച് വയ്ക്കണം. അല്ലെങ്കിൽ തക്കാളി കിടന്ന് കേട് വന്നു. ഇപ്പം എന്തോരം എൻ്റെ അടിയിൽ കേട് വന്നിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്. ഇത് വേറെ സാധാരണ ഒറ്റ പ്രാവശ്യവും ഇങ്ങനെ ഈ പയറും തോട്ടത്തിൽ തക്കാളി നടാറില്ല. ഇത് ഞാനിവിടെ ഈ സൈഡിൽ ഈ പ്രാവശ്യം ഞാനിങ്ങനെ നട്ടു കൊടുത്തു. ഇത് വേറെ ടൈപ്പ് ടൊമാറ്റോ ഉണ്ട്, അത് നോക്കിയേ. കുറേ ഉണ്ടായിട്ടുണ്ടാ. ആ സൂപ്പർ. ഇനി പറിച്ച് വെച്ചാൽ 2 ദിവസം കഴിഞ്ഞിട്ട് പഴുത്തോളും. ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ ഇത് വിട്ട് നമ്മൾ സമയത്തും തക്കാളി പഴുപ്പിക്കും. തക്കാളി നമുക്ക് ശരിക്കും കിട്ടിയത്. അയ്യോ, ഞാൻ വെറുതെ ഇവിടെ നട്ടു കൊടുത്തതാണ് ഈ തോട്ടത്തിൽ. ഇത് നന്നായിട്ടുണ്ടായി വരുന്നത്. ആഹാ, ആദ്യം അത് കാണുമ്പോൾ നല്ല സന്തോഷം കേട്ടോ. അത് നോക്കിക്കേ, ഇത് വേറെ ടൈപ്പാണ്. 2-3 കടയായിട്ട് ഉണ്ട്. അമ്പോ, ഇവിടെ പഴുത്തത് ഇങ്ങനെയുണ്ട് കേട്ടോ. അയ്യോ, അതെ കാണിക്കാതാ ദൈവമേ. ഞാനിപ്പോൾ ഇങ്ങനെ വന്ന് നോക്കിയത് നന്നായി. ഇതാ നോക്കിക്ക്, അടുത്ത് കൊണ്ടുവന്നിട്ട് കാണിച്ചു തരാം. എന്ത് വലിയ തക്കാളിയാ. മുകളിൽ ചെറിയൊരു കേടുണ്ട്, പക്ഷേ അത് കുഴപ്പമില്ല. തക്കാളികൾക്ക് നമ്മൾ വീട്ടിൽ വെക്കുന്ന തക്കാളിക്ക് ചിലപ്പോൾ ചെറിയ എന്തോ ഭയങ്കര മന്ത്. അതിൻ്റെ ഒപ്പം തന്നെ വേറെ ഒരാളുണ്ടായിട്ടുണ്ട്. ഓ, ഇത് ഞാനിത് കൊണ്ടുവന്നിട്ടൊന്നും മുട്ടക്കറി ഉണ്ടാകും. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എല്ലാം ഞാൻ പറിച്ചിട്ടില്ല. ഞാൻ എന്തോരം പാടി ഞാനും നോക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാ. ഇനി അവിടെ ഉണ്ട്. ഓ, അവിടെ ഉണ്ടായിട്ടുണ്ട് വേണ്ടത്. എനിക്ക് ഈ ബക്കറ്റ് പറ്റുമെന്ന് തോന്നണില്ല. അല്ല, ഈ കൊട്ട പറ്റുമെന്ന് തോന്നണില്ല. ഓക്കെ, ഞാൻ എനിക്ക് പാത്രത്തിൽ പറ്റില്ല. അത് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. ഇത് എന്തോരം ഉണ്ടാക്കിയേക്കണ അവിടെ. അയ്യോ, ഇത്ര നേരം ഞാൻ ചൂടാണ് വെയിലാന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് തക്കാളി കണ്ടു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ. അപ്പം ഇതും കുറേ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കാണിക്കാം. ചിലതിന് ചെറിയ ചിലതിനെ അടിപൊളി. നോക്കിക്കേ, ചെറുതായിട്ട് ചിലതൊന്നും കേടുണ്ട് കണ്ടോ. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു കേടും ഉണ്ടാവില്ല കേട്ടോ. സാധാരണ ചില തക്കാളിന്ന് അങ്ങനെ കേട് വരാം. ഇതിപ്പോൾ പയറ് പറിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് തക്കാളി ഹാർവെസ്റ്റിങ് ആയിപ്പോയി. ഞാൻ സത്യം തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്രയ്ക്ക് ഉണ്ടായിരുന്നു. കാരണം ഇതിങ്ങനെ കാട് പിടിച്ച് നിൽക്കുമ്പോഴേ നമ്മൾ ഉണ്ടാവണുണ്ടായിരുന്നു. ഞാൻ ട്രിപ്പിന് പോണതിന് മുമ്പ്. ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറി ഇങ്ങനെ തപ്പിയൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഉണ്ടാവണുണ്ടോ. കഴിഞ്ഞ വർഷം എനിക്ക് ആ ഇതാണ് പിന്നെ പറിച്ചെടുക്കാൻ നോക്കായിരുന്നു. പയർ ഇനിയും
വൈകുന്നേരം നമുക്ക് പറിച്ചെടുക്കണം. ഒക്കെ ഇവിടെ കിടന്നത്. അപ്പോൾ നമ്മുടെ ഇനി നമുക്ക് തക്കാളി അവിടെ വേറെ സ്ഥലത്തുണ്ട്. അവിടെ നമ്മൾ സൈഡിൽ വേറെ തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പച്ചക്കറികളൊക്കെ പറിച്ച് വന്നിട്ടുണ്ട്. ഇനിയും തക്കാളി ഇനിയും കുറച്ചുകൂടി നമുക്ക് പറിക്കാനുണ്ട് കേട്ടോ. ഇതവിടെ 2 കട ഞാൻ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൻ്റെ സൈഡിൽ നട്ടിട്ടുണ്ടായിരുന്നു. അവിടെ പുല്ലൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടി അവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ കുറച്ച് വിടവിൽ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 തക്കാളി അവിടെ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതുമേന്ന് കിട്ടിയിട്ടോ ഇത്രയ്ക്ക് തക്കാളി. ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയ്ക്ക് അധികം തക്കാളി അതൊന്നും ഉണ്ടായിട്ടുണ്ടാവുന്നു. സാധനോട് നന്നായിട്ട് തക്കാളി ഉണ്ടാവും, പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഉണ്ടായി വരുന്നേല്ലേ ഉള്ളൂ. അപ്പോൾ കുറേ തക്കാളി കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് വേറൊരു തോട്ടമുണ്ട്. താമസം ഞാനിവിടെ വഴുതനങ്ങയൊക്കെ നട്ടേക്കണ ഒരു തോട്ടം ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ടായിരുന്നില്ലേ, അതിനകത്തുണ്ട് നമുക്ക് കുറേ തക്കാളി. ഞാൻ അതിൽ നിന്ന് പറിക്കണം, ഞാൻ വേറെ ദിവസം പറിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പയറായിരുന്നാലും നമുക്ക് പയറൊക്കെ ഉണ്ടായി വരണുള്ളൂ. അതാണ് നമുക്ക് അത്യാവശ്യം ഒരു കറിക്കുള്ള പയർ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കൊത്തമ്പര പയർ, അത് ഞാൻ പറഞ്ഞില്ലേ, പക്ഷെ ഞാൻ ആദ്യമായിട്ട് വെച്ചതാന്ന് പറഞ്ഞില്ല. പക്ഷെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഉണ്ടായി വരുന്നുണ്ട്. ഇത് ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ്. ഞാൻ പറഞ്ഞില്ല, പോച്ചേരിലായിരുന്നാലും ഇതങ്ങനെ പോച്ചേരിൽ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ കൃഷിയൊക്കെ അവിടെ നന്നായിട്ട് ചെയ്യുമായിരുന്നു. പക്ഷെ അന്നൊക്കെ നമ്മളിങ്ങനെ പച്ചക്കറി ഉണ്ടായി കിടക്കുന്നത് മാത്രമേ നമ്മൾ കാണാറുള്ളൂ. നമ്മളങ്ങനെ അധികം അങ്ങോട്ടേക്കൊന്നും അങ്ങനെ അധികം പോകുന്നില്ലല്ലോ. ആ സമയത്ത് അങ്ങനെ അധികം നമ്മളങ്ങനെ പോകത്തൊന്നുമില്ലല്ലോ, ചെറുതൊക്കെ ആയിരിക്കുമ്പോഴേ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പക്ഷേ ഇത് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പലതരത്തിലുള്ള പച്ചക്കറികളൊക്കെ അവിടെ ഞങ്ങൾക്ക് അവിടെ പാടത്തിൻ്റെ താഴെ കുറേ സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കുറേ പച്ചക്കറികളൊക്കെ അങ്ങനെ നടാറൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സാധനം നമുക്ക് നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു പടരണതും ഉണ്ടെന്നാണ്, കുറ്റി ഉണ്ടെന്നാണ്. കാരണം ഇത് ഞാൻ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഇത് കുറ്റിയമ്പര എന്ന് പറയുന്നുണ്ടായിരുന്നു. കാരണം ഇതങ്ങനെ ചെറുതായിട്ട് പടരുന്നുണ്ട്, പക്ഷെ ഒരുപാട് പടർന്നു പോകില്ല. പക്ഷേ എനിക്ക് അത് ഇഷ്ടമായിട്ടുണ്ട്. കാരണം ഇതെല്ലാത്തിനും നമ്മൾ പയറാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പടർത്തി കൊടുക്കണം. ഇതും പടർന്നു പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും നമ്മൾ പടർത്താൻ വേണ്ടിയിട്ട് നിൽക്കണം. പിന്നെ എല്ലാവരും ഒരു തോട്ടത്തിലാണ്, എല്ലാവരും കൂടിയിട്ട് പിന്നെ ചേർന്ന് ആകെ ഇങ്ങനെ ഒരു കെട്ടിമറിച്ചിലേക്ക് ആവും. അപ്പോൾ എന്തായിരുന്നാലും അതിങ്ങനെ കുറ്റി പോലെ നിൽക്കുന്നുണ്ട്. അതായിരുന്നാലും അത്യാവശ്യം നന്നായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെ ഇത് നമ്മുടെ തക്കാളി, ഇത് ഞാൻ പറഞ്ഞില്ലേ വലിയൊരു തക്കാളി ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. ഇത് ഭയങ്കര വലിയ തക്കാളി കേട്ടോ. ശരിക്കും ഇതിൻ്റെ വെയിറ്റ് ഞാൻ നോക്കിയിട്ട് ഞാൻ പറയാട്ടോ. വെയിറ്റ് ചിലപ്പോൾ തക്കാളിക്ക് അത്രയ്ക്ക് അധികം ഉണ്ടാവില്ലായിരിക്കും, പക്ഷേ ഇതിന് നല്ല വലുപ്പമാണ്. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായേക്കണ ഒരു തക്കാളിയാണ് ഇതെങ്ങനെ ഇത്രയ്ക്ക് വലുപ്പം വെച്ചതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് അതിൻ്റെ കൂട്ടത്തിലുള്ള തക്കാളിയാണ്. ഇതിൻ്റെ വലുപ്പം നോക്കിക്കേ, ഇതിൻ്റെ പകുതി പോലും ഇല്ല ഈ തക്കാളി. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇതിനൊരു വിള്ളൽ പോലെ ഉണ്ട്. അപ്പോൾ സാധാരണ നമ്മളിവിടെ വീട്ടിലേക്ക് അടിയിൽ കിടക്കുന്ന ഭാഗത്ത് അങ്ങനെ വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒട്ടും കേടുണ്ടാവില്ല. അത് ആ പുറത്ത് ഈ മണ്ണിലേക്ക് ഇങ്ങനെ കിടക്കുമ്പോഴേ അങ്ങനെ വരുന്നതാണ്. പക്ഷേ ഇത് ഉണ്ടല്ലോ, ഈ തക്കാളിയുടെ കളറ് ഇത് ക്യാമറയിൽ ചിലപ്പോൾ അത്രയ്ക്ക് നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഞാൻ ഈ ഫോണിലെടുത്തിട്ട് കാണിച്ചു തരാം. ഇത് ശരിക്കും നല്ലൊരു ഒരു പർപ്പിൾ പോലത്തെ കളറാണ്. ഇത് കുറച്ചും കൂടി ഇങ്ങനെ നന്നായിട്ടൊന്ന് എവിടേക്ക് നല്ലൊരു പർപ്പിൾ കളർ വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഇത് ഇവിടുത്തെ ഒരു ഗ്രീൻ കളറൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലൊരു എന്താ പറയുക, ഒരു മെറൂൺ കളറാണ്. ഇതിൻ്റെ ഉള്ളിലായിരുന്നല്ല അങ്ങനത്തെ ഒരു കളറാണ്. ശരിക്കും നമ്മുടെ തക്കാളിയുടെ ഉള്ളിലെ കളറല്ല. പക്ഷേ ഇത് വെച്ചിട്ട് നമ്മൾ ഈ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ട് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ നമുക്ക് മുട്ടയുണ്ടല്ലോ, അത് നമ്മൾ നാടൻ മുട്ടയാകുമ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാലോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ പോലെ ആയിരിക്കില്ലല്ലോ. ആ നാടൻ മുട്ടയും പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കി തക്കാളി വെച്ചിട്ട് നമ്മൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കില്ലേ, ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ്. ഭയങ്കര സിമ്പിളായിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാമല്ലോ. എനിക്ക് എന്തായാലും നല്ല ഇഷ്ടമുള്ള കറിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ട് ഇന്ന് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതൊക്കെ പറിച്ച് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ടയേർഡായി. നല്ല ചൂടുണ്ടായിരുന്നു. കാലത്തായിരുന്നാലെങ്കിൽ അത്യാവശ്യം കുറച്ച് പണികളുണ്ടായിരുന്നു പുറത്ത്. കാരണം നമ്മൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറേ പണികളൊക്കെ ബാക്കി പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് തക്കാളി അവിടേക്ക് ഉണ്ടായത് ഇങ്ങനെ പടരണ തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാനവിടെ ഒരു ചട്ടിയൊക്കെ ഉണ്ടാക്കി, ചട്ടിയിലൊക്കെ ഞാൻ കുറച്ച് തൂക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം ഈ പടരണ തക്കാളി എപ്പോഴും എല്ലാവരും എനിക്ക് എപ്പോഴും നമ്മൾ താഴെയാണ് വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മണ്ണിലൊക്കെ ഇങ്ങനെ കിടക്കും, അങ്ങനെ പറ്റില്ല. അപ്പോൾ അത് നന്നായി നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റില്ല. ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോവും ഈ ചെറിയ ടൊമാറ്റോ. അപ്പോൾ ഈ പ്രാവശ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഹാങ് ചെയ്തിട്ടു. അപ്പോൾ ഇതിങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ വീണ്ടെടുക്കുമ്പോഴുണ്ടല്ലോ ചട്ടിയിൽ ഇട്ടാൽ മതി ഇതില്ല. അപ്പോൾ അത് നമുക്കിങ്ങനെ പറിച്ചെടുക്കാനായിരുന്നു നല്ല എളുപ്പമായിരിക്കും.
അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഇവിടെയും പിന്നെ നമ്മുടെ ഡെക്കിൻ്റെ അവിടെ നമ്മളൊരു ബെഡ് പോലെ വെച്ചിട്ടില്ലേ, അതുമേക്ക് ഞാനിങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഹാങ് ചെയ്യണ പോലെ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വരുമെന്ന് വിചാരിക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് പണികളൊക്കെ എനിക്ക് രാവിലെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ അകത്ത് കയറിയപ്പോൾ തന്നെ നേരം വൈകി. അകത്ത് കയറിയപ്പോൾ തന്നെ എനിക്ക് ഞാൻ ഒരു ചായ കുടിച്ച് പഠിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ രാവിലെ ആകുമ്പോൾ പണിയെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമല്ല, അങ്ങനെ ഇറങ്ങിയതാണ്. എനിക്ക് തോന്നുന്നത് 6 മണിക്ക് ഞാൻ ഇറങ്ങി. പിന്നെ ഓരോരോ പണികളൊക്കെ എടുത്ത് വരുമ്പോൾ എന്തായാലും പുറത്ത് നമ്മൾ ചെയ്തത് നേരം ഒന്നും അറിയില്ല. കയറി ചെന്നപ്പോഴേക്കും 9 മണിയായി. പിന്നെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി പിന്നെ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ എനിക്ക് തോന്നുന്ന സമയം ഇപ്പോൾ ഇവിടെ ഒരു 1:30-2 മണി ആവാറായിട്ടുണ്ട്. ഞാൻ എന്തായാലും ലഞ്ച് വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കൊണ്ട് ചെന്നിട്ട് ഈ പയറൊക്കെ ഒടിച്ചെടുത്തിട്ട് ഇനിയിപ്പോൾ എന്തായിരുന്നാലും ഒക്കെ ചെയ്ത് വരുമ്പോൾ സമയം എടുക്കാം. ഞാൻ വെച്ച് ഇനിയിപ്പോൾ ലഞ്ച് വ്ളോഗായിട്ട് നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അല്ലെങ്കിൽ തന്നെ വീഡിയോയുടെ ലെങ്ത്തും ചിലപ്പോൾ കുറേ കൂടും. എൻ്റെ വീഡിയോ ഞാൻ എങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്ത് വന്നാലും മിക്കപ്പോഴും ഒരു 35 മിനിറ്റ് അല്ലെങ്കിൽ 40 മിനിറ്റൊക്കെ പോകാറുണ്ട്. പക്ഷേ നിങ്ങൾ കുറേ പേർക്കൊക്കെ ഇഷ്ടമാണ് അങ്ങനെ കാണുന്നത്. പിന്നെ അത് വ്ളോഗാകുമ്പോൾ പിന്നെ നിങ്ങൾക്കത് റെസിപ്പിയൊക്കെ ആണെങ്കിലല്ലേ നിങ്ങൾക്കത് കറക്റ്റ് എല്ലാവരും അങ്ങനെ കാണണമെന്നുള്ളൂ. വ്ളോഗൊക്കെ ആകുമ്പോൾ പിന്നെ കുറച്ച് ഫോർവേഡ് അടിച്ച് കണ്ടാലും ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാണാമല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ തക്കാളീനൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വെക്കട്ടെ കേട്ടോ. എന്ത് തന്നെ വലിപ്പമെന്നറിയോ, നല്ല നല്ല കുട്ടപ്പൻ. സത്യം പറഞ്ഞാൽ ഞാനത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സർപ്രൈസ് ആയിരുന്നത് തക്കാളി കണ്ടപ്പോൾ. ഇതൊക്കെ ആ തക്കാളിയിൽ പെടുന്നത്. ഇതിന് ഷേപ്പ് വ്യത്യാസമുണ്ട്. ഇത് ശരിക്കും ഇങ്ങനെ 3 പാട്ടായിട്ട് വരും. ഒരു പാട്ട് ഭയങ്കര വലുതായിരിക്കും, പിന്നെ 2 ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വരും. അങ്ങനെ ഇത് വരാം. ചിലത് 2 പാട്ടായിട്ട് വരും. അത് ഇതിനകത്ത് പെടുന്ന തക്കാളിയാണ് കണ്ട. ഇതേപോലത്തെ നമുക്ക് വേറൊരു പച്ചക്കറി ഉണ്ട്, എന്താ അതിന് പറയാ, ഞാനൊരിക്കൽ കുമ്പളങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ, അതിനും ഇതേപോലെ ഇങ്ങനെ 2 പാട്ടായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ കുമ്പളങ്ങ എന്ന് പറഞ്ഞിട്ട്. ഇതിനും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ തക്കാളിനും പേരിടാൻ വേണമെങ്കിൽ പറ്റും ഇതിന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് പച്ചത്തക്കാളി വെച്ചിട്ട് നമ്മൾ ഈ അവിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഈ പച്ചത്തക്കാളി നമുക്ക് പരിപ്പ് കറി വയ്ക്കുമ്പോൾ അതിനകത്തിടാം, അല്ലെങ്കിൽ മീനൊക്കെ കറി വയ്ക്കും. മീനൊക്കെ നമ്മൾ വെറുതെ മുളക് ചാറ് വെക്കില്ലേ, അങ്ങനെ വെക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് നല്ല ബെസ്റ്റായിട്ടായിരുന്നു. ഇത് കറിക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിടാം. ഇതിപ്പോൾ ഞാൻ പറിച്ച് വെച്ചത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി ശരിക്കും ഇതേപോലെ ഇത്രയ്ക്ക് പാകാകുമ്പോൾ നമ്മൾ പറിച്ച് വെക്കണം, എന്നാൽ മാത്രമേ നമുക്കത് നന്നായിട്ട് കിട്ടുള്ളൂ. ഇത് നമുക്ക് ഇതൊക്കെ കൊട്ടൊക്കെ ഇടുന്നില്ല, ഇത് ഇരുന്ന് പഴുത്തോളും. സാധാരണ തക്കാളി അങ്ങനെയാണ് കഴിക്കുക. നമ്മൾ മരത്തുമ്മ വെച്ചിട്ട് ആ ചെടിയുമ്മ വെച്ചിട്ട് നമ്മൾ പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്തെങ്കിലും വന്ന് ചിലപ്പോൾ കൊത്തയായി. തക്കാളി ഭയങ്കര സോഫ്റ്റ് ആണല്ലോ, പെട്ടെന്ന് കേടുവരും. അപ്പോൾ നിങ്ങൾ വീട്ടിൽ തക്കാളി ഒക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ കൂട്ടിയിട്ട് പറിച്ച് വെച്ചോ, അപ്പോൾ നല്ലതാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്ര തക്കാളി ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തോ തക്കാളി കിട്ടിയെങ്കിലും ഇനിയിപ്പോൾ ഈ പ്രാവശ്യം തക്കാളി ഞാൻ ഉണക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എല്ലാ പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പക്ഷേ എനിക്ക് തക്കാളി ഒന്നും അധികം ഉണ്ടായില്ല. നമ്മൾ ഗ്രീൻ ഹൗസിലാണ് വെച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ, ഗ്രീൻ ഹൗസിൽ വെച്ചിട്ട് ഭയങ്കര പൊക്കത്തിൽ ആർത്തൊക്കെ പിടിച്ച് പോയി. പക്ഷേ ഗ്രീൻ ഹൗസിൽ വെച്ചിട്ട് തക്കാളി ഒറ്റ തക്കാളി നമുക്ക് അതുമേ 1-2 തക്കാളി ആയക്കൂടി ഉണ്ടായത്. അതായത് നമുക്ക് കഴിഞ്ഞ വർഷം നമ്മൾ തക്കാളിയൊക്കെ ഗ്രീൻ ഹൗസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് കഴിഞ്ഞ വർഷം എനിക്ക് തക്കാളിയെ ഉണ്ടായിരുന്നില്ല. ഈ വർഷം നമുക്ക് തക്കാളി അതിന് പകരമായിട്ട് നമുക്ക് കറി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചിമ്പുട്ടിന് ഇവിടെ അങ്ങനെ ഉണ്ടാവും കേട്ടോ. ചിമ്പ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ പോലെയാണ്, ടുട്ടുവിൻ്റെ പോലെയാണ്. വിളിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓടി വരും. ഓക്കെ, അത് കഴിഞ്ഞു. പിന്നെ നമ്മുടെ പയറ് പിന്നെ ഉണ്ടായി വരണുള്ളൂ. പയറ് എല്ലാവരും കൂട്ടിയിട്ട് മിക്സായി പോയി. നമ്മളെ പത്താമര പയറും ഇതെല്ലാം കൂടിയിട്ട് എല്ലാം ഇത് എന്തായിരുന്നാലും എല്ലാവരും നമുക്ക് ഇങ്ങനെ അത്യാവശ്യം നല്ല കറിക്കുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ നാട്ടിലേക്ക് ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൃഷിപ്പണിയൊക്കെ പുറത്ത് ചെയ്യുമ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും സഹായത്തിന് കളയ്ക്കാനോ എന്തെങ്കിലും കാര്യത്തിലേക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ആൾക്കാരെ വിളിച്ചിട്ടാണല്ലോ നമ്മൾ കൂടുതൽ ചെയ്യുക. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെയുള്ള എല്ലാം ചെയ്യുന്നത്. നമ്മൾ വിത്ത് പാവണത് തുടങ്ങിയിട്ട് അതിന് മുള വരുന്നതൊക്കെ നമ്മൾ നോക്കി ഇങ്ങനെ ഓരോ സ്റ്റേജ് വരുമ്പോഴും നമ്മളിങ്ങനെ എന്നും പോയി നോക്കില്ല. മുള വരണം, പിന്നെ അതിന് ഇല വരണം, പിന്നെ അത് വലുതാവണം, പിന്നെ അത് പടർന്ന് കയറണം, പിന്നെ പൂവിടണം, പിന്നെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ കായകളൊക്കെ ഉണ്ടായിട്ട് വരുമ്പോൾ അവസാനം നമുക്കത് കഴിക്കാൻ പാകത്തിന് കിട്ടുന്ന സമയത്തുണ്ടല്ലോ പറിച്ചെടുത്ത് വരുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം അത് നമ്മളിങ്ങനെ എല്ലാവരും ഇങ്ങനെ പച്ചക്കറികളൊക്കെ ഇങ്ങനെ എല്ലാം തന്നെ ചെയ്യുന്ന ആൾക്കാർക്ക് അത് കാണുമ്പോൾ അതേപോലെ ഒരു ഫീൽ ഉണ്ടാവും. ഇത് നമ്മൾ ആൾക്കാരെ വിളിച്ച് പണിയിപ്പിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത്രയ്ക്ക് നമ്മൾ അതിൻ്റെ ഉള്ളിൽ എടുത്തേക്കുന്ന എഫർട്ടൊന്നും നമുക്ക് അത്രയ്ക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. ഇതാകുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ എന്തോരം പാട് കഴിച്ചിട്ടാണ് നമ്മളിത് ഓരോന്നും ഉണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പം നമ്മളിത് പറിച്ചെടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ നാട്ടിലേക്ക് ആയിരുന്നാലും എനിക്ക് തോന്നും
ഈ പാവപ്പെട്ട ഈ കർഷകരൊക്കെ ആയിരുന്നാലും ദൂരം പാടിച്ചിട്ട് അവരൊക്കെ എന്തോരം ലോണൊക്കെ എടുത്തിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത്. അവസാനം ഇങ്ങനെ വിളവെടുക്കുന്ന സമയമാകുമ്പോൾ അത് ചിലപ്പോൾ വലിയ കാറ്റും മഴയൊക്കെ വന്നിട്ട് എല്ലാവരും ഇങ്ങനെ നശിച്ചൊക്കെ പോകാറുണ്ടല്ലോ. അതൊക്കെ സത്യം പറഞ്ഞാൽ അതൊക്കെ അവരുടെ വിഷമമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഭയങ്കര വിഷമമായിരിക്കും. ഇതിപ്പോൾ നമ്മളങ്ങനെ ഒരുപാട് പൈസ ഒന്നും ചിലവാക്കിയിട്ടൊന്നും ചെയ്യുന്നതല്ലോ, ഇത് നമ്മുടെ ജീവിതമാർഗ്ഗമല്ലല്ലോ. ഇതൊക്കെ ആകുമ്പോൾ അവരുടെ ഒരു ജീവിതമാർഗ്ഗമായിരിക്കുമല്ലോ. ഓക്കെ, അപ്പം ഉള്ളതെന്ന് പറയുന്നത് അത് ഇതാണ്. ഇപ്പോൾ ചെറുതായിട്ടൊരു കാറ്റ് വീശിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ പയർ പറിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞു ഭയങ്കര വെയിലായിരുന്നു. കാരണം നമ്മൾ അവിടെ യെല്ലോ സ്റ്റോണിൽ പോയപ്പോൾ അവിടെ ഭയങ്കര ചൂടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ ഭയങ്കര വെയിൽ. ഇതിനകത്ത് നമുക്കിതാ ഒരു പയറ് കളർ മാറിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിത് ഞാൻ കണ്ടിരുന്നില്ല കേട്ടോ. ഇത് കണ്ടിരുന്നെങ്കിൽ നമുക്കത് വിത്തിനിട്ടായിരുന്നു. ഇത് ഞാൻ പക്ഷേ അറിയാണ്ട് ഞാൻ പറിച്ചെടുത്തതാണ്. ഇത് എനിക്ക് ഒരാഴ്ച വേണമെങ്കിൽ അടുത്ത് ഇതിൻ്റെ പയറിൻ്റെ കളറ് അങ്ങോട്ട് ശരിക്കുള്ള കളറായിട്ടില്ല. അത് എനിക്ക് കാരണം ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ വിത്തിന് നേരത്തെ കുട്ടി ഇടണം. ഇനിയിപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ഓഗസ്റ്റും കൂടി ഉണ്ട്. സെപ്റ്റംബർ പകുതിയോട് കൂടിയിട്ട് ഇവിടെ നല്ല തണുപ്പ് തുടങ്ങും. സെപ്റ്റംബർ പകുതിയോട് കൂടിയിട്ട് നല്ല പച്ചക്കറികളും പോകും. നമുക്ക് ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി ഒരു കുറച്ചൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് തോന്നും പയറൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നും ചിലപ്പോൾ ഒരു 4-5 മാസമൊക്കെ നമുക്ക് പയറിൽ നിന്ന് വിളവ് കിട്ടില്ലേ. ഇവിടേക്ക് ആകുമ്പോൾ നമുക്ക് കൂടി ഇതൊക്കെ വലുതായി വിളവെടുത്ത് വരുമ്പോൾ ഇനിയിപ്പോൾ ഒരു 1.5 മാസം എല്ലാത്തിനും നമുക്ക് വിളവ് കിട്ടുള്ളൂ. പക്ഷേ ഇത് നമുക്ക് കിട്ടുന്ന വിത്തിന് കിട്ടുന്നതായിരുന്നു. പിന്നെ ഇതാട്ടെ നമ്മുടെ കുറ്റിപ്പയർ. ഇത് ഞാൻ പീഡിയ പയർ ഇടാറുണ്ട് എന്നറിയില്ലേ. പീഡിയ പയർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ട്, അത് ഏതാണ് പീഡിയ പയർ എന്ന് പറയുന്നത്. നമ്മൾ കടയിൽ നിന്ന് ഉണക്കപ്പയർ വാങ്ങില്ലേ, ഞങ്ങളുടെ സൈഡിലേക്ക് ഉണക്കപ്പയർ എന്ന് പറയും. ഒരു ബബിൾസ് വരുന്നുണ്ട്. അപ്പുറത്തെ വീട്ടിൽ അവരെന്തോ നമ്മുടെ പിള്ളേർ ബബിൾസ് വരുന്നുണ്ട്. അവരാരും ഗസ്റ്റ് വന്നിട്ട് ഇത്രയധികം കാറ്റത്ത് ഇങ്ങനെ പറഞ്ഞു വരും. കുറേ പറക്കുന്നുണ്ട്. അവരുടെ വീടാണ് കുറച്ച് അകലെയാണ്. ഓക്കെ, അപ്പം ഇത് നമ്മുടെ ചില സ്ഥലത്ത് വൻപയർ എന്ന് പറയില്ലേ, ആ പയറായിട്ടത്. ഇത് വൻപയറും നമ്മൾ ഇങ്ങനെ കുറ്റിപ്പയറായിട്ട് വരുമ്പോൾ പലതരത്തിലുള്ള പയർ നമുക്ക് കിട്ടും. ഇതിപ്പോൾ നോക്കി ഇത് ഭയങ്കര പെൻസിൽ പോലത്തെ പയർ. ഇതിനുള്ള പക്ഷെ നിറച്ചും പയർ. അതിൻ്റെ ഈ തൊണ്ടിനുണ്ടല്ലോ, തൊണ്ടിന് ഭയങ്കര കട്ടി കുറവാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ പാവിയാൽ മതി, പീഡിയ പയർ പാവിയാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പച്ചക്കറികൾ. പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അപ്പോൾ ഇനി നാളെ ഇത് വെച്ചിട്ട് നാളെ വേറെ ലഞ്ച് ബ്ലോഗായിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വെച്ചു. പിന്നെ ഈ വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ കോഴീനെ മറ്റേ താറാവ് വന്നിട്ടുണ്ടെന്നറിയില്ല, അത് നന്നായിട്ട് വലുതായിട്ട് അതിൻ്റെ കാലിൻ്റെ അസുഖമൊക്കെ മാറി. ഞാൻ പുറത്തെ കാഴ്ചകളൊക്കെ ഇനി വൈകുന്നേരം ആകുമ്പോൾ കാണിക്കും. മുളക് കേട്ടാ, സത്യം പറഞ്ഞാൽ അവിടെ ഇരുന്നിരുന്ന മുളകാണ്. ഞാൻ അവിടെ ഭയങ്കര വെയിലായതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തുകൊണ്ടിരുന്നത്. ഇത് നാടൻ മുളക് കേട്ടാ. സാധാരണ എനിക്ക് ഒറ്റ വർഷം അങ്ങനെ മുളക് അങ്ങനെ അധികം ഉണ്ടാവാറില്ല. ഞാൻ മുളക് അങ്ങനെ നടാറുമില്ല. നട്ടാലും എനിക്ക് അങ്ങനെ വലുതായി അങ്ങനെ അധികം അങ്ങനെ വലുതായി കിട്ടാറില്ല. കോഴികളൊക്കെ കൊത്തിക്കൊണ്ടോ ഈ കഴിക്കലാണ് പതിവ് വലുതായി വരുമ്പോഴേക്കും. പക്ഷേ ഈ വർഷം നോക്കി ഇത് ചട്ടിയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഗ്രീൻ ഹൗസിൻ്റെ അവിടെ കിടക്കിനോടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് മുളക് ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മുളക് ഉണ്ടായിട്ടുണ്ട്. ഇത് വേണ്ടില്ല, ഈ ഇല കാണാത്ത പോലെയാണ് ഇതിപ്പം മുളക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മളിവിടെ കടയിൽ നിന്ന് വാങ്ങണ മുളകുണ്ടല്ലോ, ആ മുളകിന് നല്ലൊരു ഈ ഇലയുടെ കളറുണ്ടാവും, നല്ല കരിം പച്ച കളറായിരിക്കും. പക്ഷേ ഇതിൻ്റെ കളറുണ്ടല്ലോ ഭയങ്കര ലൈറ്റായിട്ടുള്ള ഒരു പച്ചയുണ്ടല്ലോ, തത്തമ്മ പച്ച, അങ്ങനത്തെ കളറിലാണ് നിൽക്കുന്നത്. ഇത് മൂത്തിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഇത് ഈ ചെറുതിനും വലുതിനും എല്ലാത്തിനും സെയിം കളറ് തന്നെയാണ്. ഇത് അതിൻ്റെ കളറ് ചെറുതായിട്ട് മാറുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ സൈഡിൽ ചെറുതായിട്ട് ഇതിനൊരു കറുത്ത കളറ് വരുന്നുണ്ട്. എനിക്കാണത് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തായിരുന്നാലും ഫുള്ള് കറുപ്പായിട്ട് വരില്ലായിരിക്കും. ഇല്ല, അതെനിക്ക് തോന്നണോ വേറെ എന്തോ കുഴപ്പമാണ്. കുഞ്ഞിതിന്മേയും വന്നിട്ടുണ്ട്. ഞാൻ ഇന്നാളൊരു ദിവസം ഞാൻ ഇതുമേന്ന് അത്യാവശ്യമായിട്ട് 2 എനിക്ക് അന്ന് കറിയിൽ മുളകുണ്ടായിരുന്നില്ല. അന്ന് ഞാൻ അത്യാവശ്യം 2-3 ഞാൻ കറിക്ക് വേണ്ടിയിട്ട് പറിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ തീരെ എരിവുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറിച്ചിട്ടില്ല. എനിക്കിപ്പോൾ എന്തായിരുന്നാലും നമുക്കൊന്ന് പറിച്ച് നോക്കാം. ഇതുമ്പോൾ ഇനിയും കുറേ പൂവൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തോരം ഉണ്ടായിക്കണമെന്ന് അറിയാം. നന്നായിട്ടുണ്ടായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരെണ്ണം പറിച്ച് നോക്കിയില്ല. കാരണം ഇത് മൂത്തത് ഏതാ മുഖാത്ത ഏതാന്ന് അറിയാൻ വേണ്ടിയിട്ട് പറ്റില്ല. എല്ലാത്തിനും സെയിം കളറാണ്. ഇത് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ഞാനത് നോക്കും. ഞാൻ ചട്ടി വിടുന്നില്ല. ചട്ടി അങ്ങനെ ചിലപ്പോൾ താഴെ വീണ് പോയാൽ പിന്നെ പോകും. ഞാൻ അത്രയ്ക്ക് കാര്യമായിട്ട് നോക്കണ്ട. ഞാൻ എന്തായാലും ഒഴിച്ച് നോക്കട്ടെ, ടേസ്റ്റ് ചെയ്തോട്ടെ, പൊട്ടിച്ചോട്ടെ, ടേസ്റ്റ് നോട്ടേട്ടാ. എരിവുണ്ടോ നോട്ടെ. എരിവുണ്ട്.
പിന്നെ ഇതിൻ്റെ ഈ വാൽഭാഗമാണ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം വെച്ചപ്പോൾ എരിവ് തോന്നിയിട്ടില്ല. നല്ല എരിവുണ്ട് തോന്നുന്നു. ഇതിൻ്റെ കട കട്ട് ചെയ്തിട്ട് നമ്മൾ മുറിച്ചിട്ട് വായിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നാലും നല്ല എരിവുണ്ടാവും. അപ്പം എനിക്ക് തോന്നുന്നത് ഇതിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഈ വലുത് നോക്കിയിട്ട് പറിച്ചിട്ട് എടുക്കണമായിരിക്കും. എന്തായിരുന്നാലും നല്ല സൂപ്പർ മുളക്. ഇങ്ങനത്തെ മുളക് ഞാനിവിടെ കണ്ടിട്ടില്ല. ഇവിടെ കടകളിൽ സാധാരണ ഒറ്റ ടൈപ്പ് മുളക് വരുള്ളൂ. 2 ടൈപ്പ് വരും. ഒരെണ്ണം കുറച്ച് നല്ല നീളം ഉണ്ടാവും, അതിന് എരിവ് വളരെ കുറവായിരിക്കും. പിന്നെ ഞാൻ എപ്പോഴും വാങ്ങാറുള്ളൂ ഇത്രയ്ക്ക് വലിപ്പമുള്ളത്, പക്ഷെ അതിന് നല്ല പച്ച കളർ ഉണ്ടാവും. പക്ഷേ ഇതെനിക്ക് കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഇത് കറിയിൽ ഇനി എടുക്കണം. ഞാൻ എടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നന്നായിട്ട് ഉണ്ടാവണുണ്ട് കേട്ടോ. എനിക്ക് സൂപ്പറായിട്ട് ഉണ്ടാവണേ. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. എന്തോരം ഉണ്ടായിരുന്നത് എനിക്ക് കണ്ടേ.